കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ദേളി കുന്നുപാറയിലെ മുബഷീറാണ് മരിച്ചത്. മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയാണ് മുബഷീറിനെ ജയിലധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. പക്ഷെ നിയമം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയിക്കണം. അത് അറിയിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മരിച്ച് നിങ്ങൾ പോയിട്ട് ബോഡി കണ്ടോന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്തെല്ലാം ദുരൂഹതയുണ്ടെന്നുള്ള ഒരു സംശയങ്ങളുണ്ട് നമ്മൾക്ക്. ഇപ്പോൾ ജയിലിൽ നിന്ന് തല്ലുന്നത് ഇപ്പോൾ പോലീസുകാരാണോ സഹതടവുകാരാണോ ആരാണെന്ന് നമുക്കറിയില്ല. അതാരാണെന്നുള്ളത് നമുക്ക് അറിയണം. കഴിഞ്ഞ ദിവസം മാതാവും 2 ദിവസം മുൻപ് വിദേശത്തു നിന്നും എത്തിയ അനുജനും സബ് ജയിലിലെത്തി മുബഷീറിനെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷീർ തങ്ങളോട് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. മർദ്ദിച്ചെന്ന് പറഞ്ഞേ അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞിട്ട്. മൊത്തത്തിൽ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ കണ്ണൂരിലേക്ക് മാറ്റി ഇല്ല അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇറക്കി കളാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് തള്ളിയോണ്ട് നമുക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ. വേറെ നിയമം ഇതിൽ തന്നെ പോകണ്ടേ. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. അപ്പോൾ അവരോട് വളരെ സങ്കടപ്പെട്ടാണ് അയാൾ സംസാരിച്ചത്. എനിക്ക് ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട്, എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അവിടെയുള്ള മറ്റ് തടവുകാർ ഇവരൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അസുഖവും ഇല്ല. അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ്. 4-5 ഡോക്ടർമാരുടെ സംഘം ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒക്കെ നമുക്ക് കാത്തിരിക്കണം. അതാണ് പറയാറ്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക. റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ദുരൂഹതകളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ആളുകളെ തീർച്ചയായും നമുക്ക് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.